ലിജീഷിൻ്റെ ഹൃദയത്തിലുടനീളം എല്ലാ കാലത്തും സിനിമയും നോവലും ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയാം. എപ്പോഴൊക്കെ ലിജീഷ് കാണുമ്പോഴും പുതിയ കഥകളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സൈലം പോലുള്ള വലിയ പദ്ധതികളുമായിട്ട് അദ്ദേഹം പോയെങ്കിലും എനിക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു നിമിഷം ലിജീഷ് വീണ്ടും തൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന്. ലിജീഷിനോടുള്ള നമുക്കൊക്കെയുള്ള ഇഷ്ടമെന്ന് പറയുന്നത് എഴുതുന്നത് എന്തും ഹൃദയത്തിൽ നിന്ന് ആയിത്തീരുകയും നമ്മളെ വല്ലാതെ തൊടുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ലിജീഷ്. അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് എന്ന് പറയുന്ന നോവലുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നിങ്ങളൊക്കെ വായിച്ചിഷ്ടപ്പെട്ടുള്ള കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, വർത്തമാന പുസ്തകമുണ്ട്. അങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും ഹൃദയം തൊട്ടെഴുതുകയും നമ്മളെ കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിശ്ചയമായിട്ടും ഒരു പുതിയ കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസ് അമീർ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നു ലിജീഷിൻ്റെ കഥ കണ്ടിട്ട് തന്നെയാണ്. ആ കഥയായിരിക്കും നിശ്ചയമായിട്ടും അതിൻ്റെ ഗ്യാരണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ വെറുതെ അമീർ അങ്ങ് ചാടി വീഴുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥ സത്യം പറഞ്ഞാൽ ലിജീഷ് കുറേ ഭാഗങ്ങളൊക്കെ എന്നോടൊന്ന് രഹസ്യത്തിലൊന്ന് സൂചിപ്പിച്ചു. വല്ല ത്രില്ലിങ്ങായ ഒരു രസമുള്ള ക്യാമ്പസ് സ്റ്റോറിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ആശംസകൾ നേരിടുന്നു.